വെൽക്കം ടു വിഡ്ബി. ഡ്രാക്കുളയുടെ സ്വന്തം നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് ഗൈസ്, വിഡ്ബി. ഇവിടെ ആണ് ഡ്രാക്കുളയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ 199 സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമുക്ക് വിഡ്ബിയുടെ ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്ബീൻ്റെ മൊത്തമുള്ള ഒരു പനോമറിക് വ്യൂ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയറുകയാണ്. നമ്മളെ കൂടെ കുറേ പേരുണ്ട് കയറാൻ. അങ്ങനെ സ്റ്റെപ്പ് കയറി തുടങ്ങണം ഗൈസ്. ഈ സ്റ്റെപ്പിൽ എല്ലാവരും കയറുന്നുണ്ട്. നല്ല തിരക്കാണ്, എന്താ അറിയില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സൂം ചെയ്താൽ നമുക്കൊരു ബോട്ട് വരുന്നത് കാണാം. ഏതിൻ്റെ ഫ്ലാഗ് വെച്ചതെന്ന് അറിയില്ല കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ബോട്ട് കാണുന്നതാണ്. ഇത്രയും ഹൈറ്റിലാണ് ഒരു ചേർച്ചും അതുപോലെ ഈ സെമിട്രിയൊക്കെ പണിതിരിക്കുന്നത്. എന്ത് കഷ്ടപ്പാടായിരിക്കില്ലേ. ഇപ്പോൾ ഓരോ പഴക്കം ചെന്ന ഒരു സെമിട്രിയാണ് കേട്ടോ. അപ്പം അത്രയും കാലം മുന്നേ അവർ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പം യൂസ് ചെയ്യുന്നൊന്നുമില്ല. എന്നിരുന്നാലും നല്ല കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ദിസ് വ്യൂ ഈസ് ഇൻസൈൻ ഗൈസ്. ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ്. ഒന്നും പറയാനല്ലോ കേട്ടോ. ഈ മൗണ്ടെയ്ൻസ് നേരെ എടുത്തിട്ട് ഒരു ബീച്ചിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ കാണുന്നത്. അതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഹാർബർ, നമ്മുടെ വിഡ്ബി ടൗണാണത്. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റി ആ മലൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഈ പനോമറിക് വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കണ്ണെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നോക്കി നിൽക്കാം നമുക്ക്. നല്ല കാറ്റും. You can see the boat is moving. Oof, nice view. എനിക്ക് അവിടെ പോകുന്നുണ്ട് കാഴ്ച. നമുക്ക് വിഡ്ബി സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് 5 മണിയായി. അപ്പം വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ആൾക്കാരാണ് ഗൈസ്. അപ്പം ഇങ്ങനെ എല്ലാവരും വരും. ഓരോരോ ഷോപ്പുകളുണ്ട്, ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഗെയിമിങ് സെൻറ്റേഴ്സ്, അതുപോലെ പബ്ബുകൾ, അങ്ങനെ ഇവർ ഓതൻറ്റിക് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് ഇതൊക്കെ കിട്ടും. നമ്മൾ സോൾബൺ പോയ സമയത്ത് ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചായിരുന്നു. ഇത് കണ്ടോ, അവരുടെ ആർക്കിടെക്ചേഴ്സൊക്കെ ഇതൊക്കെ ക്ലോസ് ആണ്. ചിലതൊക്കെ ക്ലോസ് ആണ്. 5 മണിയായപ്പം ചില സ്ഥലങ്ങളൊക്കെ അടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ് ഇംഗ്ലീഷുകാരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. നമ്മൾ സോൾബൺ പോയ സമയത്ത് നമ്മൾ കഴിച്ചായിരുന്നു. അത് ഞാൻ ഇവിടെ കൊടുക്കാം. കാണാത്ത സോൾബൺ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ സോൾബൺ വ്ളോഗ് കാണാം ഗൈസ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ കാണുന്ന ഈ ഷോപ്പിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റാലിയൻ ബറിസ്റ്റ കോഫി, ലക്ഷറി ഹോട്ട് ചോക്ലേറ്റ്, യോർക്ക്ഷയർ ക്വാളിറ്റി. യോർക്ക്ഷയർ ടീ ഗൈസ് കുറച്ച് ഫേമസ് ആണ്. ഇപ്പം നമ്മളുള്ളത് യോർക്ക്ഷയറിലാണ്. അപ്പം ഞാൻ താമസിക്കുന്നതൊക്കെ യോർക്ക്ഷയറിലാണ്. അപ്പം യോർക്ക്ഷയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ തന്നെ കുറച്ച് നോർത്ത് ഭാഗമാണ്. അപ്പം ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് നോർത്ത് കമ്പയർ ചെയ്യുമ്പം സൗത്തുമായിട്ട്. ലണ്ടനൊക്കെ കുറച്ച് സൗത്താണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഫിഷ് ഷോപ്പാണ്. ഇപ്പം നമ്മുടെ വിഡ്ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു കോസ്റ്റൽ ടൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാതരം ഫിഷും കിട്ടും ഗൈസ്. ആ കാണുന്നത് സാൽമൺ ആണ്, അതെനിക്കറിയാം. സാൽമൺ ഫില്ലറ്റ്സ്, യെസ്. അതുപോലെ ക്രാബ്സ് ഉണ്ട്. ക്രാബ് ഉണ്ടോ, വലിയ ക്രാബൊക്കെ ഉണ്ട് ഗൈസ്. അതിന് പറയുന്നത് ലോബ്സ്റ്റർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഫിഷുകളുണ്ട്. സ്ട്രോബെറീസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 2 പൗണ്ടാണ് ഗൈസ്. നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റില്ല, പൈസ കൊടുക്കണം. 2 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടും. ഇവിടെ ഓരോരോ ഡ്രിങ്ക്സിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ ഡെമോ ആണ്. അപ്പോൾ ഇത് നോക്കി നമുക്ക് കാണാൻ പറ്റും. സോറി, ഈ കാണുന്നതാണ് നമ്മുടെ വിഡ്ബി ടൗൺ ഗൈസ്. ഇങ്ങനെ പരന്ന് കിടക്കുന്നു. നമ്മളിപ്പോൾ എത്ര ദൂരം നടന്നറിയും, ഒരു ഐഡിയ ഇല്ല. കുറേ ആ സ്ട്രീറ്റുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ ഞണ്ടിനെ പിടിക്കുന്നുണ്ട്.
ഫിഷസ്. ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ സാൽമൺ പോയപ്പോഴും അവിടെയൊക്കെ കണ്ടായിരുന്നു. ഇപ്പോൾ ഇവരും ഇങ്ങനെ ഗൈസ് എന്തിനോ പിടിച്ചോണ്ടിരിക്കുക. യെസ്, ക്രാബ് തന്നെയാണ്. ക്രാബിനെ പിടിച്ചോണ്ടിരിക്കുന്നു. Can you just hold the crab, please? താങ്ക് യു. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ബോട്ടിലേക്ക് കയറാൻ പോവാണ്, ക്യാപ്റ്റൻ കുക്കിൻ്റെ ബോട്ടിലേക്ക്. Do you want to say hi? താങ്ക് യു. ഗൈസ് നമ്മൾ ബോട്ടിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് റോയിൽ തന്നെ സ്ഥലം പിടിക്കാം. ബോട്ടിൻ്റെ ഫുൾ വ്യൂ കാണാം ഗൈസ്. Are you ready guys? ഞാൻ റെഡിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ കുക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ വന്നു. അപ്പോൾ നമുക്ക് ബോട്ട് എടുക്കാൻ പോയി. ബോട്ട് എടുത്തിട്ടൊരു വരവുണ്ടായി. ടോപ്പിൽ കയറിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു ഈ സെറ്റപ്പൊക്കെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഹാർബറിലേക്ക് ഉള്ള സെറ്റപ്പാണിത്. ഇവിടുന്ന് നമ്മൾ പുറത്ത് കിടക്കാണ്. ഷിപ്പ് യാർഡിന് നേരെ പുറത്തേക്ക് കിടക്കാണ്. ഇളകുന്നുണ്ടല്ലോ, നല്ല ഇളക്കുണ്ട്. ഇതിന്റെ എൻഡിലൊക്കെ വന്നിട്ട് ഫിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? പിള്ളേരൊന്നും അവിടെയൊക്കെ വന്നിട്ട് ഫിഷ് ചെയ്യുന്നു. ഭ്രാന്തന്മാരല്ലേ. അങ്ങനെ നമ്മള് കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കാറ്റ് രക്ഷയില്ല, കിട്ടുന്ന കാറ്റാണ്. UK വന്നിട്ട് ഇതുവരെ ഞാൻ ബോട്ട് റൈഡ് നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ UK വന്നിട്ട് ഇങ്ങനെ ബോട്ട് റൈഡ് നടത്തുന്നത്. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ഗൈസ്. ഇവിടെ നമ്മൾ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ മൗണ്ടെയിൻസ്, അതുപോലെ ആ ചെറിയ ടൗണ്, അതൊക്കെയാണ് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മളെ പിറകിലുള്ള ആൾക്കാരെ നമ്മള് കമ്പനി ആയിട്ട് ഗൈസ്. അവര് ഫ്രം പാകിസ്ഥാനാണ്. Body behind that, back claw there, tail goes under red brick building. That's Cliff the crocodile. ക്ലിഫ് ഓഫ് ക്രോക്കഡൈൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് ഗൈസ്. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാണ്. ക്ലിഫ് ഓഫ് ക്രോക്കഡൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ക്രോക്കഡൈലിന്റെ അതേ ഷേപ്പിലുള്ള ഒരു സംഭവമാണ്. വെറുതെ ഇങ്ങനെ നിന്നാൽ മതി. വെറുതെ അങ്ങോട്ട് നോക്കുക, എങ്ങോട്ട് നോക്കുക. ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല സീനറിയാണ്. ഒന്നും പറയാനില്ല. ജസ്റ്റ് എൻജോയ്, ജസ്റ്റ് ഫീൽ ദ മൊമെന്റ്സ്. 7th സെഞ്ചുറിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറേ ആർക്കിടെക്ചേഴ്സിനും അതുപോലെ നോവൽ എഴുതുന്ന ആൾക്കാർക്കും അവർക്കൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഗൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ 7th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഒരു ചേർച്ചാണ്. പക്ഷെ അത് ക്രമേണ അതിൻ്റെ ബിൽഡിങ്ങിനൊക്കെ കേടുപാട് സംഭവിച്ചു. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പം അതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹിസ്റ്ററി അതുപോലെ മിസ്റ്ററി ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ്. ഈ തിരക്കും അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡ്രാക്കുള നോവൽ, അതിൻ്റെ ഇൻസ്പിറേഷൻ ഫ്രം ദാറ്റ് ബിൽഡിങ് ഗൈസ്. അതിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന നിഗൂഢതകളൊക്കെയാണ് പുള്ളി ഇവിടുന്ന് ഹിസ്റ്ററി ഒരു തുടക്കമിട്ടത്. അങ്ങനെ പിന്നെ ഡ്രാക്കുള അങ്ങനെ വേൾഡിൽ എല്ലായിടത്തും പരന്നു, ഭയങ്കര ഫേമസ് നോവലായിട്ട് മാറി. അതിമനോഹരമായൊരു ഇംഗ്ലണ്ടിലെ ഒരു ചെറിയൊരു പട്ടണം, ഒരു കോസ്റ്റൽ ടൗൺ. ഞാനിന്ന് ഒരു 4:30 ആകുന്ന സമയത്ത് ഇവിടെ എത്തി. ഏകദേശം ഇപ്പം 6 മണിയാവാനായി. ഞാൻ വെൽ സ്പെൻഡ് ചെയ്തതെന്ന് പറയാം. ബീച്ചുണ്ട്, മൗണ്ടൻസ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി ഇറങ്ങുന്ന ഡ്രാക്കുള സീൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ബോട്ട് റൈഡ് ചെയ്തു. അതുപോലെ കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാർക്കറ്റ് എല്ലാം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മനസ്സ് നിറഞ്ഞു വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇതുപോലുള്ള UK വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് അതിന് അത്യാവശ്യമാണ് ഗൈസ്. അപ്പം ദിസ് ഇസ് ടാലോ മല്ലു സൈനിങ് ഓഫ്. സി യു ഗൈസ്.